എന്തൊക്കെയുണ്ട്? അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഫ്രൂട്ട്സ് ടേക്ക് ഉണ്ടാക്കുന്ന ഒരു സ്കൂൾ പ്രോജക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എൻ്റെ സിസ്റ്റർ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു മോൾക്ക് റെഡാണ് കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു ക്യാപ്പ്, അതേപോലെ മാസ്ക് എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിക്കുന്ന ഒരു സ്റ്റിക്കി മാസ്കാണ്. പിന്നെ ഇത് ഒരു കഴുത്തിലൂടെ തൂക്കിയിടുന്ന ഹാങ് ചെയ്ത് നിൽക്കുന്ന രീതിയിലൊരു ഫ്രൂട്ട് അങ്ങനെ ചെയ്തെടുക്കണമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ക്യാപ്പാണ്. ക്യാപ്പിന് ഞാൻ ആദ്യം ഐവറി ഷീറ്റ് വെച്ചിട്ട് സ്ട്രോബെറിൻ്റെ ഒരു അടിഭാഗം ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റി. പിന്നെ ഒരു നീളത്തിലൊരു പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ ക്യാപ്പിൻ്റെ ഈ ഒരു ഭാഗം പോലെ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അതിൽ ചെറിയ ചെറിയ സ്ട്രോബെറികൾ ഞാൻ വരച്ചു കൊടുത്തു. പിന്നെ ആ സ്ട്രോബെറിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ അടിഭാഗത്തിന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ലീവ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ലാസ്റ്റിലാണ് ഞാനത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് അതിൻ്റെ മേൽഭാഗത്താണ് പേസ്റ്റ് ചെയ്യുന്നത്. അത് വീഡിയോൻ്റെ അവസാനങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ആപ്പിളാണ്. അതായത് കഴുത്തിലൂടെ ഹാങ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് ആപ്പിളാണ്. അപ്പോൾ വലിയ A3 സൈസിലുള്ള ഐവറി ഷീറ്റിൽ ഞാൻ ആപ്പിൾ വരച്ചെടുത്തു. പിന്നെ അത് മൊത്തം റെഡ് കളർ വെച്ചിട്ട് കളർ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിന് നമ്മൾ അതിൻ്റെ ആ സ്റ്റെമ്മ് ഭാഗം അത് വരച്ചു കൊടുത്തിട്ട് അതും കളർ ചെയ്തെടുത്തു. പിന്നെ ഒരു ലീഫും അതിൽ വരച്ചിട്ട് കളർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലൂടെ നമ്മളിത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയിലുള്ള ഐവറി ഷീറ്റ് യൂസ് ചെയ്താൽ നല്ല കട്ടിയിൽ നിൽക്കും. ചാർട്ടിലേറെ നല്ലത് ഐവറി ഷീറ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എല്ലാ ഷോപ്പിലും കിട്ടും. ഷോപ്പിൽ മീൻസ് അതായത് സ്റ്റേഷനറി ഷോപ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. പിന്നെ അത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുക. ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. പിന്നെ ആ ത്രെഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഹോൾസ് പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഹോൾസ് അതിൻ്റെ 2 അറ്റത്തായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ പഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലൂടെ കുറച്ച് കട്ടിയുള്ള ത്രെഡ് തന്നെ യൂസ് ചെയ്യുക. ഞാനിവിടെ ആദ്യം ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്തിരുന്നു. അത് ഞാൻ സേവ് ദ ഡേറ്റിൻ്റെ ഒരു പേജൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇൻസ്റ്റയിൽ. അപ്പോൾ അതിന് ബാലൻസ് ചെയ്യുന്ന കുറേ ത്രെഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ രീതിയിൽ കെട്ടി കൊടുത്താൽ നല്ല ബലത്തിൽ നിൽക്കും. നൂലായാൽ അതത്ര ഒരു ബലം ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിലിത് കാണുന്ന പോലെയൊക്കെ നല്ല മുറുക്കിയിട്ട് കെട്ടി കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് മാസ്ക് എന്ന് പറയുന്നത് സ്റ്റിക്കിൽ വരുന്നൊരു മാസ്കാണ്. അപ്പോൾ അത് വാട്ടർ മെലണാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാട്ടർ മെലണ് ജസ്റ്റ് കട്ട് ചെയ്ത വാട്ടർ മെലണ പോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇതിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുക. നല്ല സിമ്പിളാണ്. പിന്നെ ഞാനതൊരു കട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ കാർഡ്ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. കാർഡ്ബോർഡിലേക്ക് ഈ പീസ് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ട് അതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതൊക്കെ കളർ ചെയ്യുന്നത് ബ്രഷ് പെൻ വെച്ചിട്ടാട്ടോ. പെട്ടെന്ന് കളർ ചെയ്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ മടി കൊണ്ടാണ്. അത് പെയിൻറ്റ് യൂസ് ചെയ്താൽ കുറേ നേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഫുൾ ബ്രഷ് പെന്നായിട്ടാണ് ഫുൾ കളറിങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെയൊക്കെ വാട്ടർ മെലൻ്റെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ സ്റ്റിക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാർഡ്ബോർഡ് പീസസ് തന്നെ യൂസ് ചെയ്തിട്ടാണ്. അത് ഞാൻ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 4 പീസസ് അടുപ്പിച്ച് വെച്ചിട്ട് പിന്നെ അതൊരു A4 ഷീറ്റിൽ കവർ ചെയ്തെടുത്തിട്ടാണ് ഞാനത് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് ആ ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. എന്നിട്ട് ആ ഒരു സ്റ്റിക്കിന് ഞാൻ ബ്രൗൺ കളർ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. A4 കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക, എന്നാലേ വൃത്തി കിട്ടത്തുള്ളൂ. പിന്നെ അത് ഇതിൻ്റെ ബാക്കിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. നല്ല സിമ്പിളാണ്. ഇതധികം പണിയുള്ള കാര്യമൊന്നുമല്ല. പിന്നെ നാളെ ഒരുപാട് സ്കൂളുകളിൽ ഫ്രൂട്ട്സ് ഡേ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് ഇത് നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഓറഞ്ച് വരികയാണെങ്കിൽ ഓറഞ്ച് ഫ്രൂട്ട് വെച്ചിട്ട് ചെയ്യുക. യെല്ലോ വരികയാണെങ്കിൽ മാംഗോ തീമിൽ അതുപോലെയൊക്കെ ചെയ്യുക. ലെമണൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് എല്ലാവരും ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി. സ്കൂൾ പ്രൊജക്ട്സ് എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ക്രാഫ്റ്റ് വീഡിയോസ് മാത്രമല്ല. അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഗീവ് അവേനെ കുറിച്ചിട്ടുള്ളൊരു അപ്ഡേറ്റ്. അപ്പോൾ അതെല്ലാവരും പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയും ഗീവ് അവേസ് ഒക്കെ നടത്തുന്നതായിരിക്കും. നമുക്ക് 3.3K ആയിട്ടുള്ളൂ. ഇനിയും ഓരോ പോയിന്റിലെത്തുമ്പോൾ നമ്മൾ ഗീവ് അവേസ് ഒക്കെ നടത്തുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ പോവുക. അപ്പോൾ ഓക്കെ, ബായ്.